തലതിരിഞ്ഞ രാഷ്ട്രീയ ചിന്തകളിലേക്ക് വീണ്ടും സ്വാഗതം. ഈ വർഷത്തെ ആലപ്പുഴ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിന് ഒരു വലിയ പ്രത്യേകത കൂടിയുണ്ട്. 3 സ്ഥാനാർത്ഥികളിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ആരിഫിന് വോട്ടുകൾ ക്രമാനുഗതമായി കുറഞ്ഞുകൊണ്ടിരുന്നു. KCയുടെ വോട്ടുകൾ ഒറ്റ നിലയിൽ തന്നെ നിൽക്കുകയും ചെയ്തു. ശോഭാ സുരേന്ദ്രൻ തൻ്റെ വോട്ടുകൾ കൂട്ടിക്കൊണ്ടിരുന്നു. 1.5 ലക്ഷം വോട്ടുകളാണ് ആലപ്പുഴ മണ്ഡലത്തിൽ പോൾ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ത്രികോണ മത്സരമായതിനാൽ ഓരോ സ്ഥാനാർത്ഥിക്കും 3.5 ലക്ഷം വോട്ട് വീതം ലഭിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു സ്ഥാനാർത്ഥി കൂടുതൽ വോട്ടുകൾ പിടിച്ചാൽ മറ്റ് സ്ഥാനാർത്ഥികളുടെ വോട്ടുകളിൽ വ്യത്യാസം വരും. അവസാന വോട്ട് നില തീരുമാനിക്കുന്നത് മണ്ഡലത്തിൽ നടന്ന രാഷ്ട്രീയ മാറ്റങ്ങളാണ്. അതെന്തെന്ന് നമുക്കൊന്ന് നോക്കാം. അവസാന ദിനങ്ങളിൽ ചില രാഷ്ട്രീയ മാറ്റങ്ങൾ ആലപ്പുഴയിൽ സംഭവിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ജനങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കാറുണ്ട്. എന്നാൽ ആലപ്പുഴയിൽ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത ജനങ്ങളുടെ ചിന്തകൾ ഓരോ ദിവസവും മാറിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ്. തുടക്കത്തിൽ ശോഭാ സുരേന്ദ്രൻ ചിത്രത്തിലേ ഇല്ലായിരുന്നു. ശോഭ വന്നതിന് ശേഷം മണ്ഡലത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. BJPക്ക് മറ്റൊരു സ്ഥാനാർത്ഥി ആയിരുന്നുവെങ്കിൽ ഇത്രയധികം മാറ്റങ്ങൾ വരില്ലായിരുന്നു. തുടക്കത്തിൽ ശോഭയില്ലാത്തതിനാൽ മത്സരം KCയും ആരിഫും തമ്മിലായിരുന്നു എന്നാണ് കരുതപ്പെട്ടിരുന്നത്. KC ജയിക്കും എന്നും മണ്ഡലത്തിൽ ഒരു ചിന്തയുണ്ടായിരുന്നു. ശോഭ വന്നപ്പോൾ സംഭവിച്ച കാര്യം കൂടി ഒന്ന് നോക്കാം. നായർ വോട്ടുകൾ സംഘടിച്ചു, ഈഴവ വോട്ടുകൾ സംഘടിച്ചു എന്ന് പറയുന്നതിന് പകരം ഹിന്ദു വോട്ടുകൾ സംഘടിച്ചു എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. ഈ 2 വിഭാഗത്തിലെയും വോട്ടുകൾ പൂർണ്ണമായി ശോഭയ്ക്ക് ലഭിച്ചു എന്ന് പറയുന്നത് തെറ്റാണ്. മറിച്ച് ഈ വിഭാഗങ്ങളിലെ ഫ്ലൂയിഡ് വോട്ടർമാർ ശോഭയ്ക്ക് അനുകൂലമായി ചിന്തിച്ചു എന്ന് പറയുന്നതാണ് ശരി. അവസാന ദിവസങ്ങളിലാണ് മുസ്ലിം വോട്ടർമാരുടെ തീരുമാനങ്ങൾ വന്നത്. KCയും ശോഭയും തമ്മിലുള്ള മത്സരമായി മാറിയപ്പോൾ BJP ജയിക്കരുത് എന്ന ചിന്ത ആ വിഭാഗത്തിന് ഉണ്ടായി. ആ വോട്ടുകളിൽ സംഭവിച്ചിരിക്കുന്ന മാറ്റമാണ് തെരഞ്ഞെടുപ്പിൽ ഒരു നിർണായക ഘടകമായി വരാൻ പോകുന്നത്. അവസാന ദിവസങ്ങളിലെ റിപ്പോർട്ട് അനുസരിച്ച് മുസ്ലിം വോട്ടുകൾ KC വേണുഗോപാലിന് അനുകൂലമായാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. ചില പ്രത്യേക വിഭാഗം ഹിന്ദു വോട്ടുകൾ ശോഭാ സുരേന്ദ്രനാണ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വേണുഗോപാലിന് ലഭിച്ച വോട്ടുകളാണിവ. ഈ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സംസ്ഥാന ഭരണത്തെ എതിർത്ത ഏക സ്ഥാനാർത്ഥി എന്ന നിലയിലാണ്. മറ്റു 2 സ്ഥാനാർത്ഥികളും ഭരണത്തെ നേരിട്ട് എതിർത്തില്ല. KCയുടെ പ്രവർത്തനങ്ങൾ വലിയ ഏകോപനമില്ലാത്ത നിലയിലാണ് നടന്നിരുന്നത്. ആരിഫിന് സംസ്ഥാന ഭരണത്തെ എതിർക്കാൻ കഴിയുമായിരുന്നില്ലല്ലോ. സർക്കാർ വിരുദ്ധ ആൻറ്റി ഇൻകംബൻസി വോട്ടുകൾ ശോഭയ്ക്കായിരിക്കും കൂടുതലായി ലഭിക്കുക. ശോഭയുടെ മീഡിയ ടീമിൻ്റെ പ്രവർത്തനവും മികച്ചതായിരുന്നു. ജനങ്ങൾക്കൊപ്പം പ്രവർത്തിക്കുക, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നൊക്കെ രാഷ്ട്രീയക്കാർ പറയുന്നുണ്ടെങ്കിലും ഇത് കൂടുതലായി ചെയ്തത് ശോഭാ സുരേന്ദ്രനാണ്. അതാണ് ഇടതുപക്ഷ വോട്ടുകളിലേക്ക് ഇടിച്ചു കയറാൻ അവർക്ക് കഴിവ് സൃഷ്ടിച്ചത്. KC ജയിക്കും എന്ന് പറഞ്ഞ ആളുകൾ അതിനു വേണ്ട വോട്ടുകൾ എവിടെ നിന്ന് വരുന്നു എന്ന് കൂടുതലായി പറഞ്ഞില്ല. പരമ്പരാഗതമായി ലത്തീൻ വോട്ടുകളും മറ്റ് ക്രിസ്ത്യൻ വോട്ടുകളും മുസ്ലിം വോട്ടുകളും നായർ വോട്ടുകളും ആയിരുന്നു KCയുടെ മൂലധനം. എന്നാൽ അദ്ദേഹത്തോടൊപ്പം ഈ തെരഞ്ഞെടുപ്പിൽ കട്ടയ്ക്ക് നിന്ന ഏക വിഭാഗം മുസ്ലിം വോട്ടർമാരാണ്. ക്രിസ്ത്യൻ വോട്ടുകളിൽ പോളിംഗ് കുറവ് സംഭവിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കുറേ വോട്ടുകൾ ശോഭയ്ക്ക് പോയിട്ടുമുണ്ട്. ഹിന്ദു വിഭാഗത്തിൽ ഏകീകരണം KCക്ക് കുറേയധികം നായർ വോട്ടുകൾ നഷ്ടപ്പെടുത്തിയിട്ടുമുണ്ട്. മോദിയും കുറേയധികം വോട്ടുകൾ KCയിൽ നിന്ന് പിടിച്ചു മാറ്റിയിട്ടുണ്ട്. ആരിഫിന് പറ്റിയ ഏറ്റവും വലിയ പിഴവ് തൻ്റെ പരമ്പരാഗത വോട്ടുകളെ കണ്ണടച്ച് വിശ്വസിച്ചു എന്നതാണ്. എന്ത് വന്നാലും പാർട്ടി വോട്ടുകൾ അനങ്ങില്ല എന്ന ധാരണ അദ്ദേഹത്തിനുണ്ടായിരുന്നു. പിന്നെ മുസ്ലിം വോട്ടിൻ്റെയും അതേപോലെ തന്നെ തീരദേശ വോട്ടുകളുടെയും കാവൽക്കാരൻ താനാണ് എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. എതിരാളികളെ വില കുറച്ച് കണ്ടതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പിഴവ്. മറ്റൊന്ന്, പാർട്ടിയിൽ അധികാരം പിടിക്കാൻ പോകുമ്പോൾ പാർട്ടി പ്രവർത്തകരുടെ വിചാരങ്ങൾ എന്നിവ മുറിപ്പെടും എന്ന കാര്യം അദ്ദേഹം വിസ്മരിച്ചു. പാർട്ടിയിലെ വിമതർ ആർക്ക് വോട്ട് ചെയ്തു എന്നത് കണ്ടറിയേണ്ട കാര്യമാണ്. അത് എത്രമാത്രം നഷ്ടപ്പെട്ടു എന്നതും വളരെ പ്രധാനമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ UDFൻ്റെ വലിയ വിജയത്തിന് ഒരു പ്രധാന കാരണം ആൻറ്റി പിണറായി സെൻറ്റിമെൻസും ആയിരുന്നു. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും എന്ന ചിന്തയായിരുന്നു മറ്റൊരു ഘടകം. പിന്നെ ശബരിമലയും. ഈ 3 കാര്യങ്ങൾ ഒരു ഫാക്ടർ മാത്രമേ ഇപ്പോൾ നിലനിൽക്കുന്നുള്ളൂ: ആൻറ്റി പിണറായി വികാരം. കഴിഞ്ഞ തവണ ഈ വികാരത്തിൻ്റെ മൊത്തക്കച്ചവടക്കാർ UDFകാരായിരുന്നു. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ വന്ന പ്രകടമായ മാറ്റം
പിണറായി വിരുദ്ധ വോട്ടുകൾ BJPക്കും പോൾ ചെയ്യും എന്നുള്ളതാണ്. അതായത് ആൻറ്റി പിണറായി വികാരം രണ്ടായി വിഭജിക്കപ്പെടുന്നു എന്നർത്ഥം. അപ്പോൾ UDFന് അനുകൂലമായ ഒരു ഭീകരമായ തരംഗം കേരളത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത കുറയുന്നു. ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ പിണറായി തുറന്നെതിർക്കുന്ന സ്ഥാനാർത്ഥിയെ പിണറായി വിരുദ്ധർ പിന്തുണച്ചെന്നിരിക്കും. ആലപ്പുഴയിൽ വലിയ പിണറായി വിരുദ്ധ ശോഭാ സുരേന്ദ്രൻ തന്നെയാണ്. പിണറായി ഭക്തരുടെ വോട്ടുകൾ ആരിഫിനും ലഭിക്കും. KC വേണുഗോപാലിൻ്റെ പ്രവർത്തനം ഈ തെരഞ്ഞെടുപ്പിൽ കുറ്റമറ്റതായിരുന്നില്ല. ആലപ്പുഴയിൽ മുമ്പ് ജയിച്ചിരുന്നതുകൊണ്ട് താൻ ജയിക്കും എന്ന ഒരു അമിത വിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പഴയ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് വോട്ട് ചെയ്തവർ എല്ലാവരും തന്നെ അതേപോലെ ഈ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്യും എന്ന് അദ്ദേഹം ധരിച്ചിരുന്നു. മണ്ഡലത്തിൽ വന്ന രാഷ്ട്രീയ മാറ്റങ്ങളെപ്പറ്റി അദ്ദേഹം ചിന്തിച്ചിട്ടേ ഇല്ല എന്ന് തോന്നുന്നു. വോട്ട് കൂട്ടുന്നതിൽ KCയെ സഹായിക്കുന്ന ഒരു ഘടകം SDPIയുടെ പിന്തുണയാണ്. SDPI പരസ്യമായി പിന്തുണയ്ക്കുമ്പോൾ അതിന് ആനുപാതികമായി ഹിന്ദു വോട്ടുകൾ നഷ്ടപ്പെടും എന്നുള്ള യാഥാർത്ഥ്യം UDF നേതാക്കൾ വൈകിയാണ് മനസ്സിലാക്കിയത്. ആ സാഹചര്യം ആലപ്പുഴയിൽ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. തെല്ലാൾ നന്ദകുമാറിനോടുള്ള പഴയ അടുപ്പം ഉപയോഗിച്ച് ശോഭാ സുരേന്ദ്രനെതിരെ 10 ലക്ഷത്തിൻ്റെ കഥ സൃഷ്ടിച്ചത് മിക്കവാറും KC ആയിരിക്കാനാണ് സാധ്യത. ആ കഥ ഉർവശി ശാപം ഉപകാരപ്രദം എന്ന മട്ടിൽ ശോഭയ്ക്ക് അനുകൂലമായി മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രചരണത്തിൻ്റെ അവസാന ദിവസവും തെരഞ്ഞെടുപ്പ് ദിവസവും മീഡിയയിൽ നിറഞ്ഞു നിന്നത് ശോഭാ സുരേന്ദ്രനായിരുന്നു. മറ്റ് 2 സ്ഥാനാർത്ഥികളും ചിത്രത്തിലെ ഇല്ലാതായ അവസ്ഥ. തനിക്കെതിരെ വന്ന 10 ലക്ഷത്തിൻ്റെ ആരോപണം EP-ക്കെതിരെ മനോഹരമായി തിരിച്ചുവിട്ടുകൊണ്ട് ശോഭ കളം നിറയുകയും ചെയ്തു. KCക്ക് വന്ന ഒരു തന്ത്രപരമായ പിഴവായിരുന്നു അത്. അത് ആരിഫിനെയും ബാധിക്കുകയും ചെയ്തു. ഒരു രസകരമായ യുദ്ധനിയമമുണ്ട്. യുദ്ധം ചെയ്യാൻ അറിയാത്തവർ യുദ്ധത്തിനിറങ്ങിയാൽ അവൻ്റെ ആയുധം ഉപയോഗിച്ചായിരിക്കും എതിരാളി യുദ്ധം ജയിക്കുക എന്നതാണ്. ഇവിടെ ശോഭ ചെയ്തതും അതുതന്നെയാണ്. ആലപ്പുഴയെപ്പറ്റി പറയുമ്പോൾ വെള്ളാപ്പള്ളിയെപ്പറ്റി പറയാതിരിക്കുന്നതെങ്ങനെ? ഈ തെരഞ്ഞെടുപ്പിൽ വെള്ളാപ്പള്ളി 2 പ്രസ്താവനകൾ ചെയ്തിരുന്നു. ശോഭാ സുരേന്ദ്രൻ ഈഴവ സ്ഥാനാർത്ഥിയാണ് എന്നതായിരുന്നു ആദ്യത്തേത്. രണ്ടാമതായി പറഞ്ഞത് വെള്ളാപ്പള്ളിയുടെ പേര് പറഞ്ഞാൽ ഈഴവരുടെ മുഴുവൻ വോട്ടും ശോഭയ്ക്ക് കിട്ടും എന്നതായിരുന്നു. പ്രത്യക്ഷത്തിൽ ഇത് രണ്ടും ശോഭാ സുരേന്ദ്രന് അനുകൂലമായ പ്രസ്താവനകളായി നമുക്ക് തോന്നാം. ഇത് ഒരു LDF ബുദ്ധിയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുള്ള പത്രസമ്മേളനത്തിൽ വെള്ളാപ്പള്ളി ശോഭാ സുരേന്ദ്രനെ പറ്റി ഒരു വാക്കുപോലും പറയുകയുണ്ടായില്ല. അതിനർത്ഥം ആദ്യ പ്രസ്താവനകൾ ശോഭയ്ക്കൊരു പണി കൊടുത്തതായാണ് നമുക്ക് തോന്നുന്നത്. പണ്ട് ഉടുമ്പൻചോലയിൽ പോയി വെള്ളാപ്പള്ളി പറഞ്ഞു MM മണി ഒരു കുരങ്ങനാണ് എന്ന്. അന്ന് ഒരു രീതിയിലും ജയിക്കുമായിരുന്നില്ല എന്ന അവസ്ഥയിൽ നിന്നും MM മണി കരഞ്ഞു വിളിച്ച് 1010 വോട്ടിന് ജയിച്ചു കയറി. വെള്ളാപ്പള്ളിയുടെ ആ പ്രയോഗമില്ലായിരുന്നെങ്കിൽ MM മണി ജയിക്കുമായിരുന്നില്ല. മുമ്പ് ആലപ്പുഴയിൽ വെള്ളാപ്പള്ളി ആരെ പിന്തുണച്ചോ അവരൊക്കെ തെരഞ്ഞെടുപ്പിൽ തോൽക്കുമായിരുന്നു. മോദി എന്ന ഘടകം ഉള്ളതുകൊണ്ട് ശോഭാ സുരേന്ദ്രന് വലിയ പരിക്ക് പറ്റില്ല എന്ന് നമുക്ക് കരുതാം. വാൽകൃഷ്ണം. KC വേണുഗോപാലും ശോഭാ സുരേന്ദ്രനുമാണ് അവസാനത്തെ ലാപ്പിൽ ഓടുന്നത്. 3 പ്രധാന കാര്യങ്ങൾ ഫീൽഡ് വർക്കിൽ ചർച്ചയാക്കാൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിജയം അവർക്കാണ്. ആ 3 കാര്യങ്ങളെപ്പറ്റി ആയിരിക്കും നമ്മുടെ അടുത്ത ചിന്ത.